ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടും ISLുമായി ബന്ധപ്പെട്ടുമുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണ്. അതായത് സെപ്റ്റംബർ മാസത്തിൽ ISL തുടങ്ങാനായിരുന്നു ഫെഡറേഷന്റെ പദ്ധതി. പക്ഷെ അതൊരൽപ്പം നീണ്ടേക്കാം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഒക്ടോബർ മാസത്തിലേക്ക് അത് നീണ്ടേക്കാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, പാർട്ടിസിപ്പേഷൻ ഫീയുടെ കാര്യത്തിൽ ഒരൽപ്പം സമയം അനുവദിക്കണമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് 3 ISL ക്ലബ്ബുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 55 ലക്ഷം രൂപ ആദ്യം ഒരു ഫീ ആയിക്കൊണ്ട് നൽകേണ്ടതുണ്ട്. പിന്നീട് 55 ലക്ഷം രൂപ നൽകണം. അതിൽ ഒരു കൂടുതൽ സമയം അനുവദിക്കണം എന്നാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് 3 ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജംഷഡ്പൂർ FC, ഈസ്റ്റ് ബംഗാൾ, ഇന്റർ കാശി എന്നിവരാണ് ആ 3 ക്ലബ്ബുകൾ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സീ സ്പോർട്സുമായി ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് മറ്റൊരു അപ്ഡേറ്റ് ആണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISLിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പാവാത്ത ഒരു കാര്യമാണ്. പക്ഷേ ബ്രോഡ്കാസ്റ്റേഴ്സിന് ഇത്തവണ എന്തായാലും ISLിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേണം. അത് ബ്രോഡ്കാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട്. കാരണം വ്യൂവർഷിപ്പിന്റെ 50% മുതൽ 60% വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായാൽ മാത്രമാണ് കൂടുതൽ ആളുകൾ മത്സരം കാണുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ISLിൽ അവർ വേണം എന്നാണ് ഫെഡറേഷനോട് ബ്രോഡ്കാസ്റ്റേഴ്സ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഫീയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇളവ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയേക്കും എന്നാണ് നേഗി പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ലീഗിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അവർ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീയുടെ കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ഇളവ് നൽകിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടും ISLുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോൾ ആശിഷ് നേഗി നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.